നമസ്കാരം. ആരവങ്ങൾക്കപ്പുറത്ത് എന്ന ചർച്ച തുടരുകയാണ്. അതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. പ്രത്യേകിച്ചൊരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല. എന്നാലും നമുക്ക് ഒക്കെ അറിയാം. ഈ കോട്ടയത്ത് ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞൊരു പട്ടണമുണ്ട്. അതിന് തൊട്ടടുത്ത് ചീരഞ്ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ചീരഞ്ചിറ എന്ന പേര് മലയാള പത്രമാസികകളിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടാവുക അഞ്ജു ബേബി ജോർജിൻ്റെ പേരിനൊപ്പമായിരിക്കും. ഈ ചീരഞ്ചിറയെ ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ലോകവേദികളിൽ വൈറലാക്കിയ വ്യക്തിയാണ് അഞ്ജു. ചങ്ങനാശ്ശേരിയിലെ നഗരസഭാ സ്റ്റേഡിയത്തിൽ തുടങ്ങി കോരുത്തോട് CKM സ്കൂള്, തൃശ്ശൂർ വിമല കോളേജ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഇൻ്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾ, ദേശീയ മത്സരങ്ങൾ, ഏഷ്യൻ ഗെയിംസ്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, കോമൺവെൽത്ത് ഗെയിംസ്, ഒളിമ്പിക്സ്, ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്, ഇവയിലൊക്കെ ഭാരതത്തിൻ്റെ അഭിമാന കൊടി ഉയർത്തിയ താരമാണ്. അപ്പം ഇപ്പോൾ അഞ്ജു ദേശീയ അത്ലറ്റിക് ഫെഡറേഷൻ്റെ സീനിയർ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്നുണ്ട്. ഖേലോ ഇന്ത്യ ഇനിഷ്യേറ്റീവിൻ്റെ ഒപ്പമുണ്ട്. പിന്നെ ഈ ബാംഗ്ലൂരിലെ അഞ്ജു ബേബി ജോർജ് ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് ഭാവിയിലേക്ക് മികച്ച താരങ്ങളെ കണ്ടെത്തുന്ന പ്രവർത്തനവും നടത്തി വരുന്നു. ഇപ്പം നമ്മുടെ ഹോർത്തുസിൻ്റെ ആദ്യ ദിവസം ഈ സാംസ്കാരിക കലാ സാഹിത്യ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഇതിൽ സ്പോർട്സിന് എന്ത് പ്രസക്തി എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക പരിപാടി എന്ന് പറയുന്നത് ഒളിമ്പിക്സാണ്. ലോകത്തുള്ള എല്ലാ ഭാഷക്കാരും വേഷക്കാരും അണിനിരക്കുന്ന പരിപാടി. അതിൽ താരമായ അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് അഞ്ജു. അപ്പോൾ അഞ്ജുവിനോട് ഒളിമ്പിക്സിനെ കുറിച്ച് തന്നെ ചോദിക്കാം. ഇപ്പം 2036 ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കണമെന്ന് ഇന്ത്യ അനൗദ്യോഗികമായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഒഫീഷ്യൽ താല്പര്യം വല്ലതുണ്ടോ? അത് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? അഥവാ സംഭവിക്കുകയാണെങ്കിൽ, ഇന്ത്യ ഒളിമ്പിക്സിൻ്റെ ഹോസ്റ്റ് ആവുകയാണെങ്കിൽ ആ സമയത്തേക്ക് നമ്മുടെ രാജ്യം ഇപ്പം ഒളിമ്പിക്സൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളെപ്പോലെ വലിയൊരു കായിക ശക്തിയായി തീരുമോ? എന്താണ് അഭിപ്രായം? ഗുഡ് ഈവനിങ് എവ്രി വൺ. വളരെ സന്തോഷം ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഇവിടെ ഈ ഒരു പ്രോഗ്രാമിന് ഞങ്ങളെ സേവിക്കാൻ വന്നത് കാണുമ്പോൾ. പിന്നെ കോഴിക്കോട് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എപ്പോഴും ആൾക്കാരുണ്ടാവും. ഇത്രയും നല്ലൊരു കാണികൾ വരുന്ന ഒരു സ്ഥലം എനിക്ക് തോന്നുന്നു കോഴിക്കോടാണ്. അവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. 2036 ഒളിമ്പിക്സ്, യെസ്, അത് നമ്മളുടെ ഒരു പ്രൈം ഇനിഷ്യേറ്റീവായിട്ട് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുപോകുന്നുണ്ട്. അതൊരു നമ്മുടെ ആഗ്രഹമാണ്. പക്ഷേ ഒളിമ്പിക്സ് ഇന്ത്യക്ക് കിട്ടണമെങ്കിൽ അത് ഒത്തിരി ഘടകങ്ങൾ അതിൽ ഒന്നിച്ചു വരണം. അതിൽ നമ്മൾ ബിഡ് ജയിക്കണം ഫസ്റ്റ്. അതിനുള്ള ഇനീഷ്യൽ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ അതൊക്കെ നടക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. 2030 അതിന് മുമ്പ് നമ്മുടെ യൂത്ത് ഒളിമ്പിക്സിന് നമ്മൾ വേദിയാകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. 36 ഒളിമ്പിക്സ് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ലെവലിൽ ഒത്തിരി അവർ പ്രയത്നിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒളിമ്പിക്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് കാണുന്ന മെഡൽ ടാലി ആയിരിക്കില്ല. നമുക്കറിയാമല്ലോ, എപ്പോഴും എല്ലാ വർഷവും എല്ലാ ഒളിമ്പിക്സും ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രീസിന് മെഡൽ ടാലിയിൽ എപ്പോഴും മുന്നിലായിരിക്കും. പക്ഷേ അത് എത്തണമെങ്കിൽ നമ്മൾ കുറേ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച്, ഇന്നത്തെ ഒരു നമ്മുടെ അത്ലീറ്റ്സിൻ്റെ പെർഫോമൻസ് മെഡൽ ടാലി ഒന്നും വെച്ചിട്ട് നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനൊരു 36 എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പോഴേ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള അത്ലീറ്റ്സിനെ കണ്ടെത്തി നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങണം. അതിനുള്ള ആക്ച്വലി പ്രോഗ്രാംസും മീറ്റിങ്സും ഒക്കെ ഓൾറെഡി ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു ഗവൺമെൻറ്. 36 ഒളിമ്പിക്സ് ഇന്ത്യയിലാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വർക്ക് മുന്നോട്ട് പോകുന്നത്. പഠിക്കുന്ന കാലത്ത്, പ്രത്യേകിച്ച് കോരുത്തോട് സ്കൂൾ പഠിക്കുന്ന കാലത്ത് വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ കൂടെയാണ് പരിശീലനമൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ ഒരുപക്ഷേ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലാത്തൊരവസ്ഥ. ആ ഒരു അവസ്ഥയിലും ഈ അംബീഷൻ, ഈ മോട്ടിവേഷൻ എങ്ങനെയാണ് കൈമുതലാക്കിയത്? ഈ അവിടെ നിന്ന് അവിടുത്തെ കോരുത്തോടിലെ ഈ കുന്നിൻ ചെരുവുകളിലൂടെ ഓടിക്കയറി എങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ വേദികൾ വരെ ഈ മെഡലുകൾ നേടാനുള്ള ഒരു അംബീഷൻ സ്വന്തമാക്കിയത്? ആ മോട്ടിവേഷൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്?
കോരത്തോട് ഞാൻ എത്തിപ്പെട്ടത് ചങ്ങനാശ്ശേരിയിൽ ഞാൻ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് എൻ്റെ മമ്മിയാണ് ഏറ്റവും കൂടുതൽ എന്നെ സ്പോർട്സിലേക്ക് സപ്പോർട്ട് ചെയ്തിരുന്നത്. ഞാനൊരു ഒരു എക്സ്ട്രാ ഓർഡിനറി കിഡായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അവർക്ക് വിസിബിളായിട്ട് എൻ്റെ മൂവ്മെൻറ്റ്സിൽ എന്തൊക്കെയോ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ ആൺകുട്ടികളുടെ കൂടെ ഓടും ജയിക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവർക്ക് അറിയാമായിരുന്നു എന്തോ സ്പോർട്സിൽ ഇതുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അന്നും അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അമ്മയ്ക്ക് സ്പോർട്സ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് നമ്മുടെ ഫാമിലിയുടെ എന്താ പറയുക പെൺകുട്ടികളെ സ്പോർട്സിലേക്ക് വിടില്ല. അങ്ങനെ ഒരു അവസ്ഥയായതുകൊണ്ട് അമ്മയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അമ്മയ്ക്കൊരു മോളുണ്ടായപ്പോൾ വലിയ ആഗ്രഹമായിരുന്നു. ഈ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ ഒരു മോട്ടിവേഷൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സെൽഫ് മോട്ടിവേഷന് വേണ്ടിയിട്ട്? ഇല്ല, നമ്മൾ ഓരോ തലമുറയും ഇപ്പം അടുത്ത തലമുറ വരുമ്പോൾ ഈ തലമുറയെ കുറ്റം പറയും, കഴിഞ്ഞ തലമുറ വരുമ്പോൾ നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇന്നത്തെ കുട്ടികളുടെ കുഴപ്പം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് കൂടുതലും. നമ്മുടെ പേരൻസ് വർക്കിംഗ് പേരൻസ് ആണ്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മൾ കുട്ടികൾക്ക് കൂടുതൽ സമയം കൊടുക്കാൻ പറ്റാത്ത പേരൻസ് ഒരു മൊബൈൽ എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ TV ഓണാക്കി കൊടുക്കും. അവരതും കൊണ്ടിരിക്കും. അവർക്ക് പിന്നെ ഭാവി എന്താണെന്നൊന്നും ഒരു ചിന്ത വരില്ല. പക്ഷെ നമ്മളങ്ങനെ അല്ലായിരുന്നു. നമ്മൾക്ക് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ സമയം എന്ന് പറഞ്ഞാൽ ഈ TV അല്ലെങ്കിൽ ഫോണൊന്നും ഇല്ലായിരുന്നു. അപ്പം നമുക്ക് വെളിയിൽ പോയി നമ്മുടെ ഫ്രണ്ട്സിനൂടെ കളിക്കുകയേ രക്ഷയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് കുറച്ചും കൂടെ ഹാർഡ് ലൈഫ് ആയത് കാരണം എല്ലാവരും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്കറിയില്ല എനിക്കത് എങ്ങനെയാണ് എൻ്റെ ഒരു ചിന്തയിൽ അങ്ങനെ വന്നതെന്ന്. ഒരു 18 വയസ്സാകുമ്പം ഇൻഡിപെൻഡൻ്റ് ആവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പേരൻസിനെ കൊണ്ട് എനിക്ക് വേണ്ടി കൂടുതൽ പൈസ ചിലവാക്കിക്കരുത്, എനിക്ക് തന്നെ എൻ്റെ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ചെറുപ്പത്തിലേ പറഞ്ഞു എൻ്റെ കല്യാണത്തിന് എനിക്ക് എൻ്റെ പേരൻസ് ഹെൽപ്പ് ചെയ്യേണ്ടത് ഞാൻ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെക്കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ആ ഒരു ചിന്തയാണ് കുറേ എനിക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനീഷ്യലി സ്പോർട്സ് ചെയ്യുമ്പോൾ എനിക്ക് അത് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം പേരൻസ് പുഷ് ചെയ്യുന്നു. പിന്നെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഗ്രൗണ്ടിൽ പോകണം, തിരിച്ച് സ്കൂളിൽ വരണം, പിന്നെയും ഗ്രൗണ്ടിൽ പോകണം. ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ എൻ്റെ പേരൻസ് അല്ലേ, ഇവരെന്നെ എടുത്ത് വളർത്തിയാണ്, എന്നെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുത്തുന്നത് എന്താണ്? ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ അമ്മയോട് ഒരു പ്രാവശ്യം ചോദിക്കുകയും ചെയ്തിട്ട്, അമ്മ ഞാൻ അമ്മയുടെ മോളൊന്നും അല്ലേ ഇങ്ങനെ പെൺപിട്ടാൽ ഇങ്ങനെ കഷ്ടപ്പെടുത്തും. പക്ഷെ അമ്മ അന്നും പറഞ്ഞു കുറച്ചാൾ കഴിയുമ്പോൾ നീ തിരിച്ചു വന്ന് എന്നോട് തന്നെ ഇത് പറയണം കേട്ടോ എന്ന്. ഈ മോട്ടിവേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഈ കരിയറിൽ മുന്നോട്ട് പോകും പ്രതിസന്ധികൾ വരുമല്ലോ. അപ്പം അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്നതും വലിയൊരു സെൽഫ് മോട്ടിവേഷൻ്റെ ഭാഗമാണല്ലോ. അഞ്ജുവിന് ഇതേപോലെ പെട്ടെന്നല്ലേ ഒരു ദിവസം ഒരു കിഡ്നി മാത്രമേ ഉള്ളൂ എന്നൊരു ടെസ്റ്റിൽ മനസ്സിലായത്. ഒരു കിഡ്നി മാത്രം വെച്ചിട്ട് ഒരു അത്ലീറ്റ്, അതും ഇൻ്റർനാഷണൽ ലെവലിൽ മത്സരിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയ കാര്യമാണ്. പക്ഷെ എന്നിട്ടും അതിനുശേഷം കുറേ വർഷങ്ങൾ അഞ്ജു മത്സരിച്ചു, വിജയം കണ്ടെത്തി. എങ്ങനെയാണ് ആ സമയത്ത് സ്വയം ഒരു ആത്മവിശ്വാസം, സെൽഫ് മോട്ടിവേഷൻ എങ്ങനെയായിരുന്നു? അത് ഇപ്പോഴത്തെ ഇതേപോലെ സമാനമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന ഏത് മേഖലയിലുള്ള ആളുകളാണെങ്കിൽ പോലും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, അതായത് ഒളിമ്പിക്സ് മെഡൽ കിട്ടുന്ന 1 സെൻറ്റിമീറ്ററായിരിക്കും ഗോൾഡ് പോയിട്ടുണ്ടാവുക. ഒരു മില്ലി സെക്കൻഡിനായിരിക്കും ഗോൾഡ് പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മെഡൽ പോയിട്ടുണ്ടാവുക. അപ്പം ആ ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി അത്രയും പീക്കിലും അത്രയും പെർഫെക്റ്റും ആയിരിക്കണം. പക്ഷേ എന്നെ സംബന്ധിച്ച് പുറത്തുനിന്ന് നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദൈവം അവിടുന്ന് പറഞ്ഞു വിട്ടപ്പോൾ ഒരു സാധനം വെക്കാൻ മറന്നുപോയി. അത് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. ചിലപ്പോൾ അതും നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ പേരൻസിന് പണ്ടേ അറിയാമെന്നെങ്കിൽ ചിലപ്പോൾ അവരെന്നെ വിടില്ലായിരുന്നു. പക്ഷേ ഇത് അറിഞ്ഞ അവസ്ഥയില്ല. ഞാൻ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പാരീസിലെത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഈ അവസ്ഥ ഞാൻ അറിഞ്ഞത്. അന്ന് എൻ്റെ ബോഡി ഭയങ്കരമായിട്ടും ഭയങ്കര മോശം കണ്ടീഷനിൽ, അതായത് എൻ്റെ ലൈഫിൽ ഇതുവരെ എനിക്ക് ഫീൽ ചെയ്യാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ജർമ്മനിയിലായിരുന്നു. അപ്പോൾ ജർമ്മൻ ഡോക്ടേഴ്സ് പറഞ്ഞു, അഞ്ജു ഇറ്റ്സ് എ വെരി റെയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബോഡി ട്രെയിനിങ് ചെയ്ത് ഭയങ്കര ഫറ്റീഗായിട്ട് ബ്ലോട്ട് ചെയ്ത് നീര് വെച്ച് വല്ലാത്ത അവസ്ഥയാണ്. എന്നോട് പറഞ്ഞു വേൾഡ് ചാമ്പ്യൻഷിപ്പൊക്കെ വിട്, ഇത് ലൈഫിൻ്റെ മാറ്ററാണ്, യു ഗോ ബാക്ക് ടു ഇന്ത്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഈവൻ ഐ വാസ് റെഡി ബിക്കോസ് ഐ ഹാഡ് നോ ക്ലൂ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് വാട്ട്സ് ഹാപ്പനിങ് വിത്ത് മീ. കാരണം ഞാൻ അത്രയും നാളും വിചാരിച്ചിരുന്ന ഒരു പെർഫെക്റ്റ് ബോഡി, എല്ലാം പെർഫെക്റ്റ്, അതുകൊണ്ട് ഞാൻ സ്പോർട്സ് ചെയ്യുന്നു എന്നുള്ള വിചാരമായിരുന്നു എനിക്ക്.
പക്ഷെ അവിടെ ബോബിയാണ് സത്യം പറഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്തത്. ബോബി എന്നോട് പറഞ്ഞ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ, ഇത്രയും നാളും നീ സ്പോർട്സിൽ ഇത്ര അച്ചീവ് ചെയ്തപ്പോൾ നീ ഈ അവസ്ഥ അറിഞ്ഞില്ല. അപ്പോൾ ഇനിയും നിന്റെ അംബീഷൻ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് മെഡൽ, ഒളിമ്പിക് മെഡൽ അതെടുക്കാൻ ഞാൻ കൂടെ ഉണ്ടാവും. അതിനുള്ള എന്തും ഞാൻ ഹെൽപ്പ് ചെയ്യും. നിന്റെ ഈ അവസ്ഥയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് വർക്കൗട്ട് മോഡ്യൂൾ ചെയ്തു. ഹീസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ, സോ ഓൾവേസ് ദേ ആർ തിങ്കിങ് എഹെഡ് ഐ ഗെസ്. അപ്പോൾ എൻ്റെ ബോഡിക്ക് പറ്റുന്ന രീതിയിൽ ഫുഡ് ഹാബിറ്റ്സും എൻ്റെ ട്രെയിനിങ്ങും എല്ലാം സ്കെഡ്യൂൾ ചെയ്തു. പക്ഷേ ആ 20 ഡേയ്സിൽ, അതായത് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് 20 ഡേയ്സ് മുമ്പാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾ അറിയുന്നത്. ആ ഒരു 20 ഡേയ്സിൽ ഏറ്റവും ബോട്ടത്തിൽ നിന്ന് തന്നെ തിരിച്ചൊരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് മെഡലിസ്റ്റ് ആക്കി പോഡിയത്തിൽ നിർത്തി. ആ ഒരു ഇനി രണ്ട് പരിശീലകരെ പറ്റി ചോദിക്കട്ടെ. ഈ കോരുത്തോട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ദ്രോണാചാര്യ KP തോമസ് മാഷ് അദ്ദേഹത്തിൻ്റെ ശിക്ഷണമായിരുന്നു. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ലോങ് ജമ്പിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ താരമായി വളരണം എന്ന് തോന്നിയപ്പോൾ നമ്മുടെ ഇതിഹാസ താരം മൈക്ക് പവലിൻ്റെ കൂടെയും ട്രെയിൻ ചെയ്തു. രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും ഈ രണ്ട് വ്യക്തികൾ അഞ്ജുവിൻ്റെ കായിക ജീവിതത്തിൽ വലിയ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള അവർ തന്നിരുന്ന കോൺഫിഡൻസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? തോമസ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാസ് റൂട്ട് ലെവലിൽ അത്ലീറ്റ്സിനെ എനിക്ക് തോന്നുന്ന ഒരു ബഞ്ച് ഓഫ് അത്ലീറ്റ്സ്, ഒരു തൗസൻഡ്സ് ഓഫ് അത്ലീറ്റ്സിനെ കൈപിടിച്ച് മുകളിലേക്ക് ഉയർത്തിയ ഒരു വ്യക്തിയാണ്. ഒരു ആർമിയിൽ നിന്ന് റിട്ടയറായി വന്ന് സ്കൂളിൽ കോച്ചായിട്ട് ജോയിൻ ചെയ്തു. വളരെ നോർമൽ ലെവൽ, ഞാൻ സാറിൻ്റെ വീട്ടിൽ നിന്നാണ് ട്രെയിനിങ് ചെയ്തിരുന്നത്. നോർമൽ ലെവലിൽ എന്താ പറയുക, വളരെ അവിടെ ട്രെയിനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. ആ ഒരു ടെറൈനിൽ ഷൂ ഒക്കെ ഒരാഴ്ച നിൽക്കുകയുള്ളൂ. എല്ലാ ആഴ്ചയിലും വീട്ടിൽ ഷൂ വാങ്ങണം എന്ന് പറയാൻ എനിക്കൊരു മടി. അപ്പോൾ നമ്മൾ ഷൂ ഇല്ലാണ്ട് ഓടും, കാലൊക്കെ ശരിക്കും മുറിഞ്ഞ് ചോര വരും, ഭയങ്കര പെയിൻ ആവും. പക്ഷെ എന്തെങ്കിലും അവിടെ ഞാൻ 2 വർഷം ട്രെയിനിങ് ചെയ്തു. അത് കഴിഞ്ഞ് കോളേജ് ലെവലിലേക്ക് എത്തി കഴിഞ്ഞിട്ടാണ് പതുക്കെ മുകളിലേക്ക് പോയത്. അപ്പോൾ സാറിന് പറഞ്ഞ ഗ്രാസ് റൂട്ട് ലെവലിൽ എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലെസ്സിങ് ആണെന്ന് പറയാം, അതുപോലുള്ള ആളുടെ അടുത്തൊക്കെ ട്രെയിനിങ് ചെയ്യാൻ പറ്റിയത്. മൈക്ക് പവലിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഏഷ്യൻ ലെവലൊക്കെ മെഡലെടുത്ത്, കോമൺവെൽത്ത് മെഡലെടുത്ത് കഴിഞ്ഞപ്പോൾ അടുത്ത വേൾഡ് സ്റ്റേജിലാണ്. ഓൾറെഡി നമ്മൾ ആ ലെവൽ കഴിഞ്ഞു. അപ്പം വേൾഡ് സ്റ്റേജാണ് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ്. പക്ഷേ ആ സമയത്ത് ഇന്ത്യയിൽ നിന്നിട്ട് ഒരു ഒളിമ്പിക് മെഡൽ, വേൾഡ് മെഡൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. നമുക്കറിയാറുണ്ട്, കാരണം ലോകം ഒത്തിരി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സയൻസാണ്. അപ്പം നമുക്ക് ആ ഒരു അന്നത്തെ ലെവലിൽ നമുക്ക് ഇവിടെ നിന്നിട്ടുള്ള നോളജ് ഒന്നും ഗ്യാദർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് പുറത്ത് പോയേ പറ്റൂ. അതുപോലെ തന്നെ എൻ്റെ ചെറിയ മൈന്യൂട്ട് ലോങ് ജമ്പ് ടെക്നിക്സ് ചേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പം അമേരിക്കൻസ് ആണ് അതിൽ ബെസ്റ്റ്. അതുകൊണ്ടാണ് ഞങ്ങൾ മൈക്ക് പവലിൻ്റെ അടുത്തേക്ക് പോയത്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ വർക്കൗട്ട് ഫോളോ ചെയ്തിരുന്ന ബോബിയുടെ തന്നെയാണ്. പക്ഷേ ടെക്നിക്ക് പവൽ കൂടുതൽ പഠിപ്പിച്ചു തന്നു. അത് വേറൊരു എക്സ്ട്രീമാണ്. അതൊരു വേൾഡ് റെക്കോർഡ് ഹോൾഡറിൻ്റെ അടുത്ത് ട്രെയിനിങ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു സംഭവമാണ്. ഈ നമ്മളെ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ട്രെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയുള്ള ആളുകൾ പൊതുവെ സ്പോർട്സ് അവരുടെ ജീവിതത്തിൻ്റെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമാണ്. അപ്പം അവർ ആഴ്ചയിൽ അവധി ദിവസങ്ങളിൽ മക്കളെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിക്കുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ അത്തരം ഒരു സംസ്കാരം പൊതുവേ ഇല്ല. ഇപ്പം അത് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അതുകൂടി വേണ്ടേ ശരിക്കും? നമ്മൾ 2036 വലിയൊരു കായിക ശക്തിയായി വളരണമെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്ത് വരണ്ടേ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇവിടെ എത്ര പേര് സ്പോർട്സിൽ നിങ്ങളുടെ പെൺകുട്ടികളെ വിടും? ഉണ്ടോ? അത്രേ ഉള്ളൂ. എത്ര പേര് വൈഫിനെ സപ്പോർട്ട് ചെയ്യും? പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ശരിക്കും ഇപ്പോഴും നമ്മൾ എത്ര മോഡേൺ ആയെന്ന് പറഞ്ഞാലും നമ്മളുടെ ചിന്ത ഒരിക്കലും ഇപ്പോഴും പഴം തന്നെയാണ്. നമ്മളെപ്പോഴും മുന്നോട്ട് ചിന്തിക്കുന്നില്ല. സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ വിചാരം, എൻ്റെ പേരൻസിനോട് എൻ്റെ ഫാമിലിയിലുള്ളവർ തന്നെ പറയും, നിങ്ങൾ എന്തിനാണ് മോളെ സ്പോർട്സിന് വിടുന്നത്? അവൾ സ്പോർട്സിന് പോയി വെയിലത്ത് പോയി ഭയങ്കര വൃത്തികേടാവും, അവൾക്ക് ലൈഫ് ഹസ്ബൻഡിനെ കിട്ടില്ല, ഫാമിലി കിട്ടില്ല. അമ്മ പറഞ്ഞു ഒക്കെ ശരി, പക്ഷെ അവളുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടം, ഞാൻ എന്തായാലും അവളെ വിടും. അങ്ങനെ ധൈര്യമുള്ള അമ്മമാർ വേണം നമ്മളുടെ വീട്ടിൽ. എങ്കിൽ മാത്രമേ നമ്മുടെ പെൺകുട്ടികൾക്ക് ചിറക് വെച്ച് പറക്കാൻ പറ്റൂ.
പേരൻസ് രണ്ടുപേരും, അമ്മ സപ്പോർട്ട് ചെയ്യണം, അതിൻ്റെ കൂടെ അമ്മേനെ സപ്പോർട്ട് ചെയ്യാൻ ഫാദറും വേണം. രണ്ടുപേരുടെ സപ്പോർട്ട്. നിങ്ങളുടെ കുട്ടികളെ എന്തിനാണ് നിങ്ങൾ പിടിച്ചു വെക്കുന്നത്? ഞാൻ സ്പോർട്സ് എന്ന് പറയുന്നില്ല, ഏത് മേഖലയിലും അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ ജസ്റ്റ് ഹെൽപ്പ് ദം. നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്ത് വിട്ടാൽ മതി, അവർ പൊക്കോളും. ഇത് നമ്മളെ ഇഷ്ടപ്പെടുന്ന വഴിയിൽ നമ്മൾ അവരെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയൊക്കെ ആയാലും അവർ തിരിച്ച് അവരുടെ ഇഷ്ടത്തിന് പോകും. അവർ കുറച്ച് കാലത്തേക്ക് അവർ നിങ്ങളുടെ പിടിയിൽ നിൽക്കും, അത് കഴിയുമ്പോൾ അവർ വിട്ടുപോകും. അപ്പോൾ ആദ്യം തന്നെ അവരെ ഹെൽപ്പ് അങ്ങ് വിട്ടാൽ പോരെ. പിന്നെ നമുക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. പലരുടെയും ടാലൻറ്റ് നമ്മൾ അറിയുന്നില്ല. വരുന്ന ടാലൻറ്റ്സ് തന്നെ പലപ്പോഴും മിസ്സായി പോകുന്നു, ഇടയ്ക്ക് അവർക്ക് ഇഞ്ചുറി ആവുന്നു. നമ്മളുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് നമ്മൾ സ്പോർട്സിൽ റിസർച്ച് ചെയ്യുന്നില്ല. സ്പോർട്സ് ഇസ് എ സയൻസ്. എവറി ഇയർ അതിൻ്റെ ടെക്നിക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം നിങ്ങളൊരാൾ നോക്കുകയാണ്, ഞാനിപ്പോൾ അഞ്ജു ബോബി ജോർജ് ഓടുന്നു ചാടുന്നു. ഓടും ചാട്ടം മാത്രമല്ല, അതിനിടയിൽ ഓരോ സ്ട്രൈഡും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ 41 മീറ്ററിൽ നിന്ന് ഞാൻ ഓടിപ്പോയി ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ആ കറക്റ്റ് 20 മീറ്റർ ബോർഡിൽ ചവിട്ടണമെങ്കിൽ എൻ്റെ ഓരോ ബോഡി ഫുൾ പാർട്ടും എൻ്റെ അണ്ടർ കൺട്രോളാണ്. എൻ്റെ കൈ എവിടെ വരണം, എൻ്റെ കാലെവിടെ വരണം, എൻ്റെ തല എവിടെ വരണം, എൻ്റെ ചിഹ്നം എവിടെ ഇരിക്കണം, നമ്മൾ ഓരോ സ്റ്റെപ്പും കാൽക്കുലേറ്റ് ചെയ്യുന്നു. എവിടെയെങ്കിലും ഓവർ സ്ട്രൈഡ് ചെയ്തെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് കുറയ്ക്കുന്നു. ഇതൊക്കെ മൈൻഡ് ഗെയിമാണ്. നമ്മൾ അത്രയും ആ ഒരു സയൻസ് നമ്മുടെ. പിന്നെ ലോങ് ജമ്പിൻ്റെ ടെക്നിക്ക്, 100 മീറ്ററിൻ്റെ ടെക്നിക്ക്, ഈ വർഷം ഉസൈൻ ബോൾട്ട് ഓടുന്നതല്ല അടുത്ത വർഷം ഉസൈൻ ബോൾട്ട് ഓടുന്നത്. കാണുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ തോന്നും, പക്ഷേ ചേഞ്ചസ് ഉണ്ട്. അത് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. ആ ഒരു ഇത് നമ്മളുടെ ആ ഒരു റിസർച്ച് നമ്മുടെ ഇവിടെ നടക്കുന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഈ സംഭാഷണത്തിൻ്റെ തലക്കെട്ട് പോലെ ആരവങ്ങൾക്കപ്പുറം എന്ന തലക്കെട്ട് പോലെ അടുത്ത തിങ്കളാഴ്ച കൊച്ചിയിൽ സംസ്ഥാന സ്കൂൾ കായികമേള തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ കുറേ കുട്ടികൾ ഒരുപാട് പ്രതീക്ഷകളോടെ ഇപ്പോൾ 5 പണ്ട് വന്ന വഴികളിലൂടെ അവർ സഞ്ചരിക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഏഷ്യയുടെയും ഒക്കെ വാഗ്ദാനങ്ങളായി വരേണ്ട കുട്ടികളാണ്. അവരോട് എന്താണ് പറയാനുള്ളത്? അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവസാന ചോദ്യമാണ്. തലമുറയിൽ സ്പോർട്സിൽ നിന്ന് ഓരോ കുട്ടികളെ കാണുമ്പം സത്യം പറഞ്ഞാൽ ചെറിയ കുശുമ്പ് എൻ്റെ പ്രായം കടന്നുപോയല്ലോ എന്ന്. ബാക്കി അവരെ കാണുമ്പോൾ വളരെ സന്തോഷം, കാരണം അവർക്ക് ഈ മേഖലയിലേക്ക് വരാൻ പറ്റിയല്ലോ എന്നുള്ളത്. നമ്മുടെ കേരളം ഒരു കാലത്ത് സ്പോർട്സിന് ഏറ്റവും കൂടുതൽ ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു സ്റ്റേറ്റാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഭയങ്കര എന്താ പറയുക കുറഞ്ഞു പോയി. ഇപ്പോൾ ഇവിടെ ഇരുന്ന ഉഷ് ആണെങ്കിലും ഞാനാണെങ്കിലും നമ്മുടെ ശ്രീജേഷ് ആണെങ്കിലും നമ്മളൊരു തലമുറയിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നത്തെ തലമുറയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്പോർട്സിന് നമ്മുടെ സ്റ്റേറ്റ് കൊടുക്കുന്ന ഇമ്പോർട്ടൻസും കുറഞ്ഞു പോയി. ബാക്കിയുള്ള സ്റ്റേറ്റുകൾ അതിനും മുകളിലേക്ക് വന്നു കഴിഞ്ഞു. നമ്മളുടെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, സ്പോർട്സ് അത്ര എളുപ്പമല്ല നമുക്ക്, പക്ഷെ ഡ്രീം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതുമല്ല. Dream and dream until your dreams come true, because the future belongs to those who believe in the beauty of their dreams. നിങ്ങൾ സ്വപ്നം കണ്ടോളൂ, ഒരിക്കൽ നിങ്ങൾ അവിടെ എത്തും. ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല, പക്ഷേ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം നമ്മളോട് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ അഞ്ജു ബോബി ജോർജിനോട് മനോരമ ഹോർത്തൂസിൻ്റെ നന്ദി അറിയിക്കുന്നു.